Hello everyone, welcome back to my channel. So എനിക്ക് എക്സാംസ് ആയതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. സോ ഞാനിതാ എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും അവസാനം വരെ കാണാൻ നോക്കുക, ട്രൈ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് പറയുക. സോ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ ഡേ ചെയ്തൊരു പെയിൻറ്റിംഗ് ആണ്, ക്യാൻവാസ് ബോർഡിൽ. ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത്, നമുക്ക് ക്യാൻവാസ് ബോർഡ് മേടിക്കുമ്പോൾ തന്നെ 100 above rupees ആവും. ആ നേരത്ത് നമുക്കത് തന്നെ വീട്ടിലുണ്ടാക്കാൻ നോക്കിയാലോ എന്നൊരു ഐഡിയ. അതിൻ്റെ കൂട്ടത്തിൽ പെയിൻറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്കും പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. ആ ഐഡിയ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ വന്നേക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ക്യാൻവാസ് ബോർഡ് ഉണ്ടാക്കാൻ ഞാൻ ഏറ്റവും ആദ്യം എടുത്തത് ഇതാണ്, നമ്മുടെ കേക്കിൻ്റെ അടിയിൽ വയ്ക്കുന്ന ബേസ്. ഇത് നമുക്ക് അണ്ടർ 10 rupees കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്തത് ഈ സ്റ്റിഫ് പേപ്പറാണ്. സ്റ്റിഫ് പേപ്പർ കുറച്ചും കൂടി ഒരു ക്ലോത്ത് മെറ്റീരിയലാണ്. ഇത് കുറച്ച് കൂടിയതാണ്, പെർ മീറ്റർ 80 rupees. അപ്പം നമുക്കിത് അധികം വേണ്ടി വരില്ലല്ലോ. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഈ സ്റ്റിഫ് പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോളറൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ നേരത്തെ ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് റൗണ്ട് വരയ്ക്കാം. നമുക്കിത് ക്യാൻവാസ് പേപ്പർ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആണ്, ബട്ട് നമുക്ക് ലോക്കലി കിട്ടുന്നതും ഏറ്റവും പെട്ടെന്ന് കയ്യിലുണ്ടാവുന്നതായിട്ടുള്ളത് ഈ പേപ്പറാണ്. അപ്പോൾ നമുക്കിത് വെച്ച് നോക്കാം. വരയ്ക്കുമ്പോൾ ഈ ഗ്ലേസിംഗ് ഉള്ള സൈഡും ഉണ്ട്, അല്ലാത്ത സൈഡും ഉണ്ട്. അപ്പോൾ ഗ്ലേസിംഗ് ഉള്ള സൈഡിൽ വേണം വരയ്ക്കാനും ചെയ്യാനും ഒക്കെ. അതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഫോർ ഡ്രോയിങ് പർപ്പസ്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത് ഒട്ടിക്കണേ മുന്നായിട്ട് നമുക്കിതാ ഇങ്ങനെ കുറേ കട്ട്സ് ഇവിടെ കൊടുക്കാം. അതായത് നമ്മളിത് ഒട്ടിക്കാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ ഒരു ചുളിവ് വരാതിരിക്കാനാണ്. അപ്പം ഇങ്ങനെ ആവുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇത് റൗണ്ടിൽ തന്നെ നിന്നോളും. അപ്പം നമുക്ക് ചുറ്റും ഇതുപോലെ കട്ട് ചെയ്യാം. നമുക്കിനി ഇത് ഗം ചെയ്യാം. സോ അതിന് ഞാൻ നോർമൽ ഫെവിക്കോളാണ് എടുക്കുന്നത്. എടുത്തിട്ട് നമുക്കതിങ്ങനെ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിതാ ഈ ഗ്ലേസിങ് സൈഡ് ശ്രദ്ധിക്കണം. ഗ്ലേസിങ് സൈഡ് തന്നെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ബാക്ക് സൈഡും പയ്യെ ഒട്ടിക്കാം. സോ ഇത് കംപ്ലീറ്റ്ലി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലേസിങ് പാർട്ട് എന്ന് വെച്ചാൽ കുറച്ചൊരു ഗ്ലൂ ആക്ഷനാണുള്ളത്. നമ്മളിത് പയ്യെ ഒന്ന് ഒരു പേപ്പർ മുകളിലിട്ടിട്ട് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുക്കാൻ നേരത്തെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം കുറച്ചും കൂടി ഹാർഡാവും. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, താഴത്തേക്ക് ഇറങ്ങി പോവാതെ കുറച്ചും കൂടി ഒരു ഹാർഡ് ആയിട്ടുള്ളതായിട്ട് മാറും. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പെയിൻറ് റീറ്റെയിൻ ചെയ്യാനും ഒലിച്ചു പോകാണ്ടിരിക്കാനൊക്കെ ഹെൽപ്ഫുൾ ആവും. അപ്പം നമുക്കിതൊന്ന് പയ്യെ തേച്ചിട്ട് വരാം. സോ നമ്മളിതാ തേച്ചെടുത്തിട്ടുണ്ടോ. ഇനി ചെയ്യേണ്ടത് ഡ്രോയിങ് പാർട്ടാണ്. ഡ്രോയിങ്ങിന് ഞാൻ ഒരു മൗണ്ടെയിനാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നെ സിമ്പിളായിട്ട് വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ പേപ്പർ എടുക്കാം. എന്നിട്ടിതാ ഇങ്ങനെ കീറി വയ്ക്കാം. അപ്പോൾ ദാ മൗണ്ടെയിൻ നമുക്കിത് വെച്ചിട്ട് തന്നെ പെയിൻറ് ചെയ്യാൻ പറ്റും. പിന്നെ പെയിൻറ് ചെയ്യണതിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്. അതിന് നമ്മൾക്ക് ആകെ വേണ്ടത് ഒരു ബ്ലാക്ക് കളറും വൈറ്റ് കളറും മാത്രമാണ്. അത് നമുക്കൊരു ഗ്രേഡിയൻ്റ് ആയിട്ടാണ് പെയിൻറ് ചെയ്യണത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വൈറ്റ് പെയിൻറ് കുറച്ച് ക്വാണ്ടിറ്റി ആദ്യത്തേൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഇതാ ഇത്രയും. രണ്ടാമത്തേൽ കുറച്ചുകൂടെ കുറവ്. മൂന്നാമത്തേൽ
അതിലും കുറച്ചുകൂടി കുറവ്, നാലാമത്തേൽ ഒരിത്തിരി. അങ്ങനെ വൈറ്റ് എടുക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കണം ബ്ലാക്ക്. കാരണം നമ്മൾ പെയിൻറ് ചെയ്യാൻ പോകുന്നത് ഒരു 4 ലെയറായിട്ട് നിൽക്കുന്ന മൗണ്ടെയിൻസ് ആണ്. ബ്ലാക്ക് അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ എടുക്കുക, ഇവിടെ അതിലും കുറച്ച് കുറവ്, ഇവിടെ ഇത്തിരി കുറവ്. സോ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മൗണ്ടെയിൻസ് പെയിൻറ് ചെയ്ത് തുടങ്ങാം. ആദ്യത്തേതാ മൗണ്ടെയിൻ ഇങ്ങനെ വെക്കുക. ഫസ്റ്റ് പെയിന്റ് എടുത്തിട്ട് ഇത് താഴത്തേക്ക് പെയിന്റ് ചെയ്യാം. ക്യാൻവാസ് പെയിന്റിങ് ചെയ്യുമ്പോൾ വെള്ളം ആഡ് ചെയ്യണ്ട. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകും. സൈഡും കൂടി മാക്സിമം കവർ ചെയ്യാൻ നോക്കണേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മൗണ്ടെയിൻ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇനി സെക്കൻഡ് മൗണ്ടെയിൻ പെയിൻറ് ചെയ്യാം. അടുത്ത ചെയ്യാൻ വേണ്ടി ഞാൻ അടുത്ത ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്തത് ചെയ്യാം. ഇതാ 4 ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഈ 2 കളറും സെയിം ആയിട്ട് തോന്നി. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ നേരത്തെ പെയിൻറ് ചെയ്ത അതേ ഇതെടുത്തിട്ട് അതിൽ കുറച്ച് വൈറ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നില്ലെങ്കിൽ അത് അടയാളം വെച്ചിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കൊടുക്കാതെ കണ്ടോ. ഇപ്പോൾ മാച്ചിങ് കളേഴ്സ് ആയിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ മുകളിലത്തെ പെയിൻറ് ചെയ്യാൻ നേരത്ത് അടിയിലത്തെ ഡിസൈൻ മാറിപ്പോകുന്ന ഡൗട്ടുള്ളവർക്ക് മുകളിലത്തെ പെയിൻറ് ചെയ്തതിന് ശേഷം സെയിം ഇത് തന്നെ ഒന്ന് ജസ്റ്റ് താഴെ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ പിന്നെയും കിട്ടും. അതുകൊണ്ട് പേടിക്കാനില്ല. ഇൻ കേസ് ഷേപ്പ് പോയാലും നമ്മളിത് റഫ് ഷേപ്പ് എടുക്കുകയാണല്ലോ, അപ്പോൾ പ്രശ്നമില്ല. സോ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഈ എടുത്ത കളറിലേക്ക് കുറച്ചധികം വൈറ്റ് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ ഫുൾ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരേ ഒരു കാര്യമുള്ളൂ, ഒരു മൂണിന് നമുക്ക് ബോട്ടിൽ ക്യാപ്പ് ഇവിടെ ഇങ്ങനെ അടയാളം വെച്ചിട്ട് വൈറ്റ് കളറ് കൊടുക്കാം. ഒരുപാട് സ്റ്റാർസ് വേണ്ട, എന്നാലും ഒരു കുറച്ച് സ്റ്റാർസ് ഇവിടെ കൊടുക്കുന്നത് ഒരു ഭംഗിയുണ്ടാവും. പിന്നെ ഒരു കാര്യം ഓപ്ഷണലാണ്, ജസ്റ്റ് ഇതാ ഇവിടെ ആയിട്ടൊരു 3 ട്രീസ് കൊടുത്താൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് വരയ്ക്കാൻ പറ്റുന്നവർ മാത്രം വരച്ചാൽ മതി, യാതൊരു നിർബന്ധവുമില്ല. ജസ്റ്റ് ഒരു ഭംഗിക്ക് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ 2 സൈഡിലേക്കും
അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഫിനിഷ്ഡ്. സോ അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.